വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഐ ആം യുവർ ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം ചെയ്യുകയാണ്. വീക്ക്ലി അനാലിസിസ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 12:16 PM. ഇന്ന് 17-ാം തീയതി മാർച്ച് 17 ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ഓപ്ഷൻ ബയറാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു ഓപ്ഷൻ ബയർ ആകാൻ പാടുള്ളൂ. നമ്പർ 1, നമുക്ക് റേഞ്ച് വലുതാണോ ചെറുതാണോ എന്ന് കണ്ടുപിടിക്കുക. നമ്പർ 2, വലിയ റേഞ്ച് ആണെങ്കിലേ ഓപ്ഷൻ ബയറിന് ചാൻസ് ഉള്ളൂ എന്നുള്ളതും ഓർമ്മയിൽ വയ്ക്കുക. നമ്പർ 3, അങ്ങനെ റേഞ്ച് ചെറുതോ വലുതോ ആണെങ്കിലും ഏത് സൈഡിലാണ് നമുക്ക് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, അതായത് PE ആണോ CE ആണോ ഓപ്ഷൻ ബൈയിങ്ങിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം. ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് റെഗുലറായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ ഒരു ഓപ്ഷൻ ബയറിനെ കൊണ്ട് നല്ല നല്ല ട്രേഡുകളിൽ എൻ്ററായി എന്ന് അവോയ്ഡ് ചെയ്യണം, എന്ന് ട്രേഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഈ വീക്ക്ലി റേഞ്ച് പഠിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ വീക്ക്ലി റേഞ്ച് അടുത്ത ആഴ്ച വെറും 500 പോയിൻ്റാണ്. വീക്ക്ലി റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ വീക്ക്ലി ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വരുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ്. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള റേഞ്ചിൻ്റെ കാര്യമാണ്, അല്ലാതെ ബുധനാഴ്ച എക്സ്പയറിയുടെ കാര്യമല്ല. ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ വെറും 500 പോയിൻറ്റിൻ്റെ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ റേഞ്ച് ചെറുതായിട്ടാണ് കാണിക്കുന്നത്. റേഞ്ച് എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ 500 പോയിൻറ്റ് അത് എവിടെ നിന്നാണ്? ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് 500 പോയിൻറ്റിൻ്റെ മുകളിൽ താഴെയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് 500 പോയിൻറ്റ് റീച്ചായി അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഒരു 250 പോയിൻറ്റും 500 പോയിൻറ്റും വൺ സൈഡ് മൂവ് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് താഴോട്ട് നോക്കുമ്പോഴും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ നമ്മൾ നോക്കേണ്ടത് ഈ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നമുക്ക് സാധ്യതകളുള്ളതെന്ന് വെച്ചാൽ, മുകളിൽ 47,000 ഒരു വീക്കർ ഹാൻഡാണ്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ I പീരീഡ് J പീരീഡൊക്കെ മുകളിലോട്ട് പോകാൻ കാരണം ആ വീക്കർ ഹാൻഡ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. സോ വീക്കർ ഹാൻഡ് ലോജിക്കൽ പ്രൈസ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 47,000 അവിടെ നിന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴെ നിന്ന് വീണ്ടും മുകളിൽ പോയത്. അതുമല്ല, ഈ ദിവസത്തെ പ്രൊഫൈൽ 14 മാർച്ചിൻ്റെ പ്രൊഫൈല് വളരെ വീക്കർ പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ 47,460 47,500 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താഴെ നമ്മൾ ഒരു ലെവൽ കുറേ ദിവസം കൊണ്ടേ പറയുന്നു 46,000 ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത് എവിടെയൊക്കെ നിന്നാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഇന്നലത്തെ ക്ലോസിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ആയാൽ ആദ്യത്തെ ടാർഗറ്റ് 47,100, അത് അടുത്ത ടാർഗറ്റ് 47,500 വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ വീക്കിലി. അല്ല, 46,500 താഴെയാണ്, അതായത് തിങ്കളാഴ്ച നാളെ രാവിലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണായി 46,500 താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ആകുന്നുണ്ടെങ്കിൽ 46,000 നമുക്ക് ബുധനാഴ്ചയ്ക്ക് മുന്നേ തന്നെ കാണാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 46,000 നമുക്ക് താഴോട്ടുള്ള ഒരു ലെവൽ താഴോട്ട് കാണിക്കാം. അവിടെ നിന്ന് ബുധനാഴ്ച മാർക്കറ്റ് അവിടെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 46,000 താഴെയാണ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ അവിടെ നിന്ന് വീണ്ടും ഒരു 250-500 പോയിൻറ്റിൻ്റെ ഡൗൺ മൂവ് കാണാൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡിലോട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യരുത്. ഒരു ട്രേഡിൽ കൂടുതൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം മാർക്കറ്റ് തന്നെ 2 ഓപ്പർച്യൂണിറ്റിയെ തരുള്ളൂ. അതിന് നിറച്ച എക്സാമ്പിൾ നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച കണ്ടോ, മുകളിൽ നിന്ന് താഴെ വന്നു, താഴെ നിന്ന് മുകളിൽ പോയി, അത്രയേ ഉള്ളൂ. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഈ നിഫ്റ്റി 50 ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ഏത് ഇൻഡെക്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 2 ഓപ്പർച്യൂണിറ്റിയെ ഒരു ദിവസം തരുള്ളൂ. അത് മാക്സിമമാണ്. ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ തരുന്നത്. 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തരുന്നുള്ളൂ. വളരെ റെയറസ്റ്റ് കേസ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറോ നിഫ്റ്റി ഫ്യൂച്ചറോ ഒക്കെ ആണെങ്കിൽ ഒരു 4-5 ഓപ്പർച്യൂണിറ്റി തരും. അതിൽ കൂടുതൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നെ തരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓവർ ട്രേഡ് 9 ട്രേഡും 10 ട്രേഡും 20 ട്രേഡും എടുക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിച്ച് അനലൈസ് ചെയ്യുക. കാൻഡിൽ സ്റ്റിക്ക് നോക്കുന്നവർക്ക് ഈ ഏരിയ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്ത് ഇടാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, നമ്മൾ ഫ്യൂച്ചർ വെച്ചാണ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഈ ലെവലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.